നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഭരണഘടനയായിരുന്നു. ഭരണഘടനയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നോക്കിയത് മൗലിക അവകാശങ്ങളെക്കുറിച്ചായിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ഭരണഘടന നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ്. ഭരണഘടനയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇതിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യനുകൾ മുൻവർഷ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ കുറേ വർഷങ്ങളും ആൾക്കാരുടെ പേരും മാസങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അവയെല്ലാം കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന. രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം, ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഘടന, അധികാരങ്ങൾ, നടപടിക്രമങ്ങൾ, കർത്തവ്യങ്ങൾ, പൗരൻ്റെ മൗലിക അവകാശങ്ങൾ, കടമകൾ, രാഷ്ട്രഭരണത്തിനായിട്ടുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ് രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളെക്കുറിച്ചുള്ള നിർവചനം, ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഘടന, അധികാരങ്ങൾ, നടപടിക്രമങ്ങൾ, കർത്തവ്യങ്ങൾ, പൗരൻ്റെ മൗലിക അവകാശങ്ങൾ, കടമകൾ, രാഷ്ട്രഭരണത്തിനായിട്ടുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ. പരമാധികാര രാഷ്ട്രങ്ങളിലെ ലിഖിത ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലിഖിത ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടന ഏതാണെന്നുള്ളത്. അത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഭരണഘടനയാണ്. 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇതും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത്. 1950 ജനുവരി 26 അത് പ്രാബല്യത്തിൽ വന്നു. ഈ 2 പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിരുത്തി പഠിക്കുക. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 26 അത് പ്രാബല്യത്തിൽ വന്നു. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26, നിലവിൽ വന്നത് 1950 ജനുവരി 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, പലതവണ ആവർത്തിച്ച് പഠിക്കുക. ഇനി ഭരണഘടനയുടെ രൂപവൽക്കരണ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ കീഴിൽ രൂപവൽക്കരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു ഇന്ത്യൻ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചത്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ കീഴിൽ രൂപവൽക്കരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു ഇന്ത്യൻ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചത്. ഈ സഭ 13 കമ്മിറ്റികൾ ചേർന്നതായിരുന്നു. ഈ സഭയിലെ അംഗങ്ങൾ പ്രാദേശിക നിയമസഭകളിൽ നിന്ന് അവയിലെ അംഗങ്ങൾ തെരഞ്ഞെടുത്തവരും നാട്ടുരാജ്യങ്ങളുടെയും മറ്റു പ്രദേശങ്ങളുടെയും പ്രതിനിധികളും ഉണ്ടായിരുന്നു. ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭയുടെ അംഗത്വം പിന്നീട് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ 299 അംഗങ്ങളായി ചുരുങ്ങി. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ആവർത്തിച്ച് കേട്ട് പഠിക്കുക. 389 ഉണ്ടായിരുന്ന സഭയുടെ അംഗത്വം പിന്നീട് ഇന്ത്യ വിഭജിച്ചതിന് ശേഷം എത്രയായി ചുരുങ്ങി? 299 അംഗങ്ങളായി ചുരുങ്ങി. സഭയുടെ ഉദ്ഘാടന യോഗം 1946 ഡിസംബർ 9 ചേർന്നു. അപ്പം സഭയുടെ ഉദ്ഘാടന യോഗം ചേർന്നതെന്നാണ് 1946 ഡിസംബർ 9. 1949 നവംബർ 26 വരെ സഭ പ്രവർത്തിച്ചു. സഭയുടെ ഉദ്ഘാടന യോഗം 1946 ഡിസംബർ 9 ചേർന്നു. 1949 നവംബർ 26 വരെ സഭ പ്രവർത്തിച്ചു. ഇനി നമുക്ക് രൂപവൽക്കരണ പശ്ചാത്തലം ഒന്ന് നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു സഭയുടെ താത്കാലിക അധ്യക്ഷൻ. സച്ചിദാനന്ദ സിൻഹ. ഇതും പലതവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ.
1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. അപ്പോൾ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. സഭയുടെ നിയമോപദേഷ്ടാവ് ശ്രീ BN റാവു ആയിരുന്നു. ആരായിരുന്നു സഭയുടെ നിയമോപദേഷ്ടാവ്? BN റാവു. 1947 ഓഗസ്റ്റ് 29 അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29. ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ. ഇന്ത്യൻ ഭരണഘടന എന്ന ദൗത്യം പൂർത്തീകരിക്കാൻ കൃത്യം 2 വർഷവും 11 മാസവും 18 ദിവസവും വേണ്ടി വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന എന്ന ദൗത്യം പൂർത്തിയാക്കാൻ കൃത്യം 2 വർഷവും 11 മാസവും 18 ദിവസവും വേണ്ടി വന്നു. ആകെ 165 ദിവസത്തോളം നീണ്ട ചർച്ചകൾ സഭയിൽ നടന്നു. ഇവയിൽ 114 ദിവസവും കരട് ഭരണഘടനയുടെ ചർച്ചയായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടി 6 മാസത്തിൽ താഴെ സമയം മാത്രമാണ് എടുത്തത്. ഏതാണ്ട് 141 ദിവസം കൊണ്ട് തന്നെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. കരട് ഭരണഘടനയിൽ 7653 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു. 2473 ഭേദഗതികൾ ചർച്ച ചെയ്യപ്പെട്ടു. ഭരണഘടനയുടെ ആദ്യ പകർപ്പ് 1948 ഫെബ്രുവരി 28 പ്രസിദ്ധീകരിച്ചു. ഭരണഘടനയുടെ ആദ്യ പകർപ്പ് പ്രസിദ്ധീകരിച്ച വർഷം 1948 ഫെബ്രുവരി 28. 1949 നവംബർ 26 സഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച ഭരണഘടന അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഭരണഘടനയിൽ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെക്കുന്നത് 1950 ജനുവരി 24 തുടർന്ന് ഭരണഘടനാ പ്രഖ്യാപനവും ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തത് 1950 ജനുവരി 26 അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇത് SCERTയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയും വിചിന്തന തത്വം സഭ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ചയുടെയും സംവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂട്ടായി പൊതു താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. നടപടിക്രമങ്ങൾ സഭയുടെ പ്രവർത്തനം സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളാണ് നടപടിക്രമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ താൽപ്പര്യവും പൊതുയുക്തിയും ആണ് ഇവിടെ അടിസ്ഥാനമാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷനാണ്. 1946 മാർച്ച് 23 ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് 1946 മാർച്ച് 23 കറാച്ചിയിലും തുടർന്ന് മാർച്ച് 24 ഡൽഹിയിലും എത്തി. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1946 മാർച്ച് 23 കറാച്ചിയിലും മാർച്ച് 24 ഡൽഹിയിലും എത്തി. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. 1946 ജൂലൈയിലാണ് നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ 1946 ജൂലൈയിലാണ് നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലായിരുന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു? പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പോലെ ആയിരുന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു അവരെ തിരഞ്ഞെടുത്തത്? രാഷ്ട്രപതിയെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥാ രീതിയിൽ പരോക്ഷമായാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളായ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലെ നിയമസഭാ അംഗങ്ങൾക്കും
1935 ഇന്ത്യ ഗവൺമെൻറ് നിയമപ്രകാരം ഈ പ്രവിശ്യകളിൽ നിയമസഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികൾക്കുമായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ അംഗങ്ങളെ 3ആയി തരംതിരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. മുസ്ലിം, സിഖ്, പൊതുവിഭാഗം. ഇവർ യഥാക്രമം ഓരോ വിഭാഗത്തിനും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പ്രകാരമുള്ള അംഗങ്ങളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തു. നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളെ ചർച്ചയിലൂടെയാണ് കണ്ടെത്തിയത്. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ രാജാവ് തീരുമാനിക്കും എന്നാണ് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ പരാമർശിച്ചിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു വ്യവസ്ഥ യാതൊരുവിധ വാദപ്രതിവാദങ്ങളും കൂടാതെ അംഗീകരിക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു വ്യവസ്ഥ മാത്രം യാതൊരുവിധ വാദപ്രതിവാദവും കൂടാതെ അംഗീകരിക്കപ്പെട്ടു. അതെന്തായിരുന്നു? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കണമെന്നുള്ള വ്യവസ്ഥയായിരുന്നു അത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കണമെന്ന വ്യവസ്ഥയായിരുന്നു അത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം ആനയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം എന്തായിരുന്നു? ആന. രൂപീകൃതമാവുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. NCERT ടെക്സ്റ്റിൽ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്നുള്ള 4 പേരെ കൂടാതെ ആകെ 385 പേര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ടവർ 86 പേർ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയായിരുന്നു? 296. ആവർത്തിച്ച് പറഞ്ഞു പഠിച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 292 പേര്, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേര്. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93, ടോട്ടൽ 389. ബ്രിട്ടീഷ് പ്രൊവിൻസ് 292, ചീഫ് ബ്രിട്ടീഷ് പ്രൊവിൻസ് 4, പ്രിൻസ്ലി സ്റ്റേറ്റ് അതായത് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണം 93. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റുകൾ അതായത് 82% സീറ്റുകളും, മുസ്ലിം ലീഗ് 73 സീറ്റുകളും മറ്റുള്ളവർ 15 സീറ്റും നേടി. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റുകളും, മുസ്ലിം ലീഗ് 73 സീറ്റുകളും മറ്റുള്ളവർ 15 സീറ്റുകളും നേടി. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ്. ഈ യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ പുതിയ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞുപോയതോടുകൂടി അംഗസംഖ്യ 389 നിന്ന് 299 ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്തോട് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞുപോയതോടുകൂടി അംഗസംഖ്യ 389 നിന്ന് 299 ഇന്ത്യൻ പ്രവിശ്യയിലെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 നാട്ടുരാജ്യങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്നും 70 ചുരുങ്ങി. രൂപീകൃതമാവുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഥമ സമ്മേളനത്തിൽ 207 പേർ പങ്കെടുത്തു. അവരിൽ 9 പേർ വനിതകളായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഥമ സമ്മേളനത്തിൽ 207 പേര് പങ്കെടുത്തു. അവരിൽ 9 പേര് വനിതകളായിരുന്നു. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആ 15 വനിതകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. ഇവർ 3 പേരും മലയാളികളായിരുന്നു. ആരൊക്കെയായിരുന്നു? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. ബീഗം ഐസ്വസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, രേണുക റായ്, സരോജിനി നായിഡു, സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി, ഹസൻ ജീവറാജ് മേത്ത, കമല ചൗധരി, ലീല റോയി, മാലതി ചൗധരി, രാജ്കുമാരി അമൃത് കൗർ എന്നിവരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആ 15 വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. പ്രഥമ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ 1946 ഡിസംബർ 9.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാള്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി ഏതായിരുന്നു? ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാള്. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1946 ഡിസംബർ 11. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അവിഭക്ത ഇന്ത്യയുടെ ആ സമയത്തെ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. വിഭക്ത ഇന്ത്യയുടെ ഭരണ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1947 ഓഗസ്റ്റ് 14. അതായത് വിഭജനത്തിന് മുമ്പുള്ള സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. വിഭജനത്തിന് ശേഷം ഉള്ള സമ്മേളനം നടന്നത് 1947 ഓഗസ്റ്റ് 14 ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. HC മുഖർജി, VT കൃഷ്ണമാചാരി. HC മുഖർജി, VT കൃഷ്ണമാചാരി. HC മുഖർജിയെ തെരഞ്ഞെടുത്തത് 1947 ജനുവരി 25 VD കൃഷ്ണമാചാരിയെ തെരഞ്ഞെടുത്തത് 1947 ജൂലൈ 16 135/2023 ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് ചോദ്യപേപ്പറിന്റെ ഫൈനൽ ഉത്തര സൂചിക പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി 1946 ഡിസംബർ 11 HC മുഖർജിയെ തെരഞ്ഞെടുത്തു എന്നാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HV അയ്യങ്കാർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HV അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ SN മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ SN മുഖർജി. ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ. പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. മുൻപ് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പ്രതി എഴുതി തയ്യാറാക്കിയതാരാണ്? വസന്ത് കൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഭരണഘടനയുടെ കവർ പേജ് ലേഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജും ലേഔട്ടും എന്നിവ തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന സിലബസിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.